What a win by Northeast United FC. What a game, what a master brain, what a master plan. മുംബൈ സിറ്റി ആട്ടപടലം പൂട്ടിയ കളി. ഈ കളിയൊക്കെ കാണുമ്പോഴാണ് ഇവിടെ വേറെ ചിലവന്മാരെയൊക്കെ എടുത്ത് കണക്ട് ചെയ്യിടാൻ തോന്നുന്നത്. കണ്ടു പഠിക്കണം ഈ മാനേജ്മെൻറ്റിനെയും ഈ കോച്ചിനെയും ഈ പ്ലെയേഴ്സിനെയും. ആ മാനേജ്മെൻറ്റ് ആ ടീമിനോട് കാണിക്കുന്ന ഒരു ടീമിനോടും അവിടുത്തെ ഫാൻസിനോടും കാണിക്കുന്ന ഒരു നന്ദിയുണ്ടല്ലോ, ആ കോച്ചിന് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, ആ കോച്ച് പിന്നെ ആ പ്ലെയേഴ്സിന് കൈമാറുന്ന ഒരു ടാക്ടിക്സ്, ഒരു ശൈലി, ഒരു കോൺഫിഡൻസ്, അത് മൊത്തം ഇന്ന് ഈ കളിയിൽ കാണാനുണ്ടായിരുന്നു. എന്തുവായിരുന്നു ഇതിനെയൊക്കെ കാണുമ്പോഴാ വീട്ടിലിരിക്കുന്നതിനൊക്കെ എടുത്ത് കിണറ്റിയിടാൻ തോന്നുന്നു. ആ മാനേജ്മെന്റ് ആ ടീമിനോട് കാണിക്കുന്ന ഒരു ടീമിനോടും അവിടുത്തെ ഫാൻസിനോടും കാണിക്കുന്ന ഒരു നന്ദിയുണ്ടല്ലോ, ആ കോച്ചിന് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, ആ കോച്ച് പിന്നെ ആ പ്ലെയേഴ്സിന് കൈമാറുന്ന ഒരു ടാക്ടിക്സ്, ഒരു ശൈലി, ഒരു കോൺഫിഡൻസ്, അത് മൊത്തം ഇന്ന് ഈ കളിയിൽ കാണാനുണ്ടായിരുന്നു. എന്തുവായിരുന്നു ആ കളി. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ കളി ഞാൻ കൂടുതലും കാണുന്നത്. ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ കണ്ടു നോക്കിയതാ. അയ്യോ, ഒരു പൊസിഷനിൽ ഒരു പ്ലെയർ കയറി കളിച്ചാൽ അത് ബാക്കപ്പ് ചെയ്യാൻ വേറെ പൊസിഷനിൽ നിൽക്കുന്ന പ്ലെയർ ഇറങ്ങി വരുന്നു. നമ്മൾ ഫോർമേഷൻ ഇടുമ്പോൾ 4 ഡിഫൻഡർമാർ, 4 മിഡ്ഫീൽഡർമാർ, 2 സ്ട്രൈക്കർമാരെന്ന രീതിയിലേക്ക് കയറി വിടുന്നെങ്കിലും ഇത് ഫുൾ ടീം വർക്ക്. ഒരാൾ കയറിപ്പോയാൽ അടുത്ത ആൾ അയാൾക്ക് പകരം ആ പൊസിഷനിലുണ്ട്. ഒരു കാരണവശാലും ബോക്സിനകത്തുനിന്ന് ഒരു ഷോട്ട് എടുക്കാൻ ഒരു അനുമതിയില്ലാത്ത അവസ്ഥ. കോൺഫിഡൻറ്റ്, ഇജാതി കോൺഫിഡൻസ് ഉള്ളൊരു ടീം വേറെ ഉണ്ടോ എന്ന് സംശയിച്ചു പോയി. അമ്മാതിരി പെർഫോമൻസ്, സീൻ കളി. ISLനെയും കേരള ബ്ലാസ്റ്റേഴ്സിനും പറ്റുന്ന വീഡിയോ ഒന്നും രണ്ടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ കളി കണ്ടിട്ട് ഇടാതിരിക്കാൻ തോന്നിയില്ല. ഇവിടെ ചില ടീമുകളെ കണ്ട് പഠിക്കണം ഇത്.